സൗദിയിൽ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പെന്ന് പരാതി. മലയാളികളായ 2 യുവാക്കൾ റിയാദിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പത്തനംതിട്ട ചിറ്റാർ സ്വദേശികളാണ് ഇവർ. ഷിയാസ്, അൻഷാദ് എന്നാണ് ഇവരുടെ പേരുകൾ. ലേബർ ക്യാമ്പിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. വിസയ്ക്കായി 2.60 ലക്ഷം, അതായത് 2,60,000 രൂപ ഇവർ നൽകിയിട്ടുണ്ട്. ക്യാമ്പിൽ തുടർച്ചയായി മർദ്ദനം നേരിടുന്നുണ്ട് എന്നും ഭക്ഷണ മാലിന്യങ്ങൾ കഴിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും ഈ യുവാക്കൾ പറഞ്ഞു. ക്യാമ്പിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. യുവാക്കളെ നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ആന്റണി എംപിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ചില ദൃശ്യങ്ങൾ, അതോടൊപ്പം പ്രതികരണം. जा बुला सूरते को जा निकल यहाँ से नहीं बाहर जा चल बाहर निकल चल ये ले चले जरा ये तो वेट नहीं बाहर निकल नहीं जाएगा बाहर निकल बाहर निकल जाना कब से बोल रहा हूँ 1 घंटा हो गया तेरे को समझा के मेरे को मुझे मुश्किल कर रहा है निकल बाहर मुझे मुश्किल कर रहा उधर हाँ भैया क्या भैया नहीं निकल निकल वो टैक्सी नहीं हाँ अभी बस आएगा क्या करेगा बोलेगा കമ്പനിയുടെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അവിടെ വെച്ച് ഞങ്ങളെ കൊണ്ടൊരു 3 അഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ച് ഇത് അഗ്രിമെൻ്റാണെന്ന് പോലെ എനിക്കറിയത്തില്ല സാർ. എന്നിട്ട് 3-ാം തീയതി രാവിലെയാണ് ഞങ്ങൾ റിയാദിൽ കൊണ്ടുവന്നത് ഒരു ലേബർ കമ്പനിയിലേക്കാണ്. മാൻ പവർ കമ്പനിയായ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞ ജോലിയുമില്ല, പറഞ്ഞ ശമ്പളമില്ല, ഫുഡില്ല, ഒരു ജോലിയില്ല, യാതൊരു ഇതുമില്ല. ഞങ്ങളിവിടെ മാനസികമായിട്ട് ഞങ്ങളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല സാർ. ഷിയാസിൻ്റെ പെങ്ങളുടെ കെട്ടിയവനാണ് നൗഷാദ്. ഞങ്ങളോട് പറഞ്ഞ അറാംകോ കമ്പനി ക്ലീനിങ് വേക്കൻസി എന്ന് പറഞ്ഞാൽ 1,30,000 രൂപ ഞങ്ങളുടെ നിന്ന് മേടിച്ചത്. നിങ്ങൾക്ക് 1,650 റിയാൽ സാലറി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അവിടുന്ന് മുംബൈയിൽ എത്തിച്ചതും. അതുപോലെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ തന്നെ ഇതിനകത്തൊരു സമീറും ഉമ്മറും പിന്നെ അതുപോലെ ഒരു അഖിലും ഉണ്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് അറിയുന്നത്. അവിടുത്തെ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുറച്ച് പേപ്പറിൽ സൈൻ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കത് വായിച്ച് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ വായിക്കാൻ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏജൻറ്റായ നൗഷാദിനെയും അതുപോലെ അഖിലിനെയൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് പേടിക്കാൻ ഒന്നുമില്ല, ഇത് ചുമ്മാ ഒരു ഇതിനു വേണ്ടി എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് അവിടുന്ന് സൈൻ ഇടിയിപ്പിച്ചു. അതുപോലെ അവിടുന്ന് ഞങ്ങളെ കൊണ്ട് ഒരു വീഡിയോ ഇടിയിപ്പിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് സ്ഥലം മാറ്റി അൽ കർത്ത് എന്ന സ്ഥലത്തേക്ക് എന്നെ റൂം മാറ്റി. ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇനി ഇന്ത്യയിലേക്ക് വിടത്തില്ല, നിങ്ങൾ ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇവര്. സുനിഷ യെലൂരുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം. സുനിഷ, വലിയ ജോലി, ശമ്പളം ഒക്കെ വാഗ്ദാനം ചെയ്യുന്നു. അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ജോലിയില്ല, ശമ്പളമില്ല, കഴിക്കാൻ ഭക്ഷണം പോലുമില്ല, കയ്യേറ്റം, അതോടൊപ്പം മാനസിക പീഡനം, ശാരീരിക പീഡനം, അങ്ങനെ അവർ അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ഉപദ്രവിക്കുന്ന ആളുകൾ അറിയാതെ അവർ ഫോണിൽ ചിത്രീകരിച്ച് പുറത്തേക്ക് വിടുകയായിരുന്നു. ഇവിടെ കൂടുതൽ യുവാക്കൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇവരെ കുടുക്കിയത് അടുത്ത ബന്ധുവാണോ സുനിഷ? ഈ ബന്ധു ഇപ്പോൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? അതോടൊപ്പം ഈ ആന്റണി എംപി അറിയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ? ഷിയാസെ മനസ്സിലാകുന്നത് ഈ പത്തനംതിട്ട ചിറ്റാർ സ്വദേശികളായ ഷിയാസും എനിക്ക് തോന്നുന്നു ഷിയാസും ഒപ്പം തന്നെ അൻഷാദ് ഇവർ വിസിറ്റിംഗ് വിസയിലാണ് ഈ സൗദിയിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ നിന്നാണ് പിന്നീട് ഈ ജോലിയുണ്ട് 1,30,000 രൂപ ഒരാൾ വെച്ച് ഈ ജോബ് വിസയ്ക്കുള്ള പണം നൽകിയാൽ മതി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവർ 2,60,000 രൂപ ഈ ജോബ് വിസയ്ക്കായി നൽകുന്നത്. ഈ പറഞ്ഞതുപോലെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇവർ പറയുന്നത് വെച്ച് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇവർ ഈ പണം നൽകുന്നത്. ഉയർന്ന ശമ്പളം നൽകും, നല്ല ജോലിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവർ ഈ ജോലിക്കേക്ക് പോവുകയും ചെയ്യുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ചതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലെല്ലാം കണ്ടത്. ഇവരെ ഒരു ലേബർ ക്യാമ്പിലേക്ക് മാറ്റുന്നു. അവിടെ നിന്ന് മർദ്ദനമാണ് നിരന്തരമായി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവർ തന്നെ പറയുന്നത് വെച്ച് ഭക്ഷണമില്ല, ജോലിയില്ല, മർദ്ദിക്കുന്ന സാഹചര്യമാണ് എല്ലാ ദിവസവും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഭക്ഷണ മാലിന്യം കഴിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നുള്ളത്
ദയനീയമായി അവർ പറയുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ 2 പേരാണ്. കൂടുതൽ പേർ ഇത്തരത്തിൽ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പല ഘട്ടത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പല ഭാഗങ്ങളിൽ നിന്നായി കേട്ടതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ സൗദിയിലെ ഈ ജോബ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിയാദിൽ ഇവർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ബന്ധുക്കളെല്ലാം ചേർന്ന് ഇപ്പോൾ ആന്റോ ആന്റണി എംപിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ആന്റോ ആന്റണി എംപി ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ ഈ പരാതി കൈമാറുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സൗദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുടെ കുടുംബവും ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ബന്ധുക്കളുടെ ഒന്നും പ്രതികരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ നേരത്തെ പറഞ്ഞ അൻഷാദിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഷിയാസിന്റെ അടുത്ത ബന്ധുവാണ് അവിടേക്ക് ഇവരെ എത്തിക്കുന്നതും ഇങ്ങനെ ഒരു ജോലിയുണ്ട്, ഈ പണം നൽകിയാൽ നമുക്ക് ജോബ് വിസ ലഭിക്കുമെന്നുള്ളതടക്കം പറയുന്നത്. അങ്ങനെയാണ് ഇവർ ഒരു സ്ഥലത്ത് പോയി ഈ കോൺട്രാക്റ്റിൽ ഒപ്പിടാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഈ ബന്ധുക്കൾ തന്നെ ഇവരെ അവിടെ എത്തിച്ചവർ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഒപ്പിട്ടോളൂ എന്നുള്ള കാര്യം കൂടി പറയുന്നത്. പക്ഷെ അതിനുശേഷമാണ് പിന്നീട് അവരെ മറ്റൊരു ലേബർ ക്യാമ്പിലേക്ക് മാറ്റുന്നതും ഇങ്ങനെ മർദ്ദിക്കുന്നതും ഭക്ഷണം തരാതെ ഇനി ഇന്ത്യയിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന തരത്തിൽ അവർ പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ആ കുടുങ്ങിക്കിടക്കുന്ന യുവാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആന്റോ ആന്റണി എംപി ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളതാണ്. ശരി സുനിഷ, 23 26 വയസ്സ് മാത്രമുള്ള 2 ചെറുപ്പക്കാരാണ്. ഏറ്റവും അടുത്ത ബന്ധുവാണ് ഇവരെ ഈ കുടുക്കിൽ ചെന്നുകൊണ്ടാക്കിയത്. ഇയാളാണ് ചതിച്ചത്. ഇയാൾ ഇപ്പോൾ ബന്ധുക്കളോട് പോലും കാര്യമായ ഒരു പ്രതികരണം നടത്തുന്നില്ല. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. കൂടുതൽ യുവാക്കൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അറിയുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കാരണം അത്രയേറെ ക്രൂരമായ പീഡനം ഇവർ അനുഭവിക്കുന്നുണ്ട്. ഇവരുടെ ജീവൻ പോലും ആപത്തിലാണ്. കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ആന്റോ ആന്റണി എംപിയുടെ ശ്രദ്ധയിലേക്കാണ് ഈ കുടുംബം ഈ ഒരു വിഷയം വെച്ചിരിക്കുന്നത്.